ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ നിന്നാണ് പ്ലീഡർമാരെ നിയമിച്ചതെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമെന്ന മുൻ നിയമമന്ത്രി പി രാജീവ്. AG നൽകുന്ന പാനലിൽ നിന്ന് വേണം നിയമനമെന്ന ചട്ടം ലംഘിക്കപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻപ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ പോലും ഡീൽ ആരോപിച്ചിരുന്ന സതീശൻ NSS ജനറൽ സെക്രട്ടറിക്ക് സന്ദർശനാനുമതി നൽകാതെ VHP നേതാക്കളെ കണ്ടത് എന്ത് ഡീലാണെന്നും പി രാജീവ് ചോദിച്ചു. ഗവൺമെന്റ് പ്ലീഡർമാരായി RSSകാരെ നിയമിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ നൽകിയ വിശദീകരണമാണ് മുഖ്യമന്ത്രിയെ കുരുക്കിയത്. ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നാണ് പ്ലീഡർമാരെ നിയമിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട രണ്ടുപേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത രണ്ടുപേരെ ആക്കണമെന്ന് പറയും. ഇതാണ് എൻ്റെ ലിസ്റ്റ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് പ്ലീഡർ നിയമനത്തിൽ ഭരണഘടനാ ലംഘനം നടന്നതായി വ്യക്തമാകുന്നതായി മുൻ നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. ചട്ടപ്രകാരം AG നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം പ്ലീഡർമാരെ നിയമിക്കാൻ. നടന്നത് സ്വജനപക്ഷപാതമാണ്. റൂള് പറയുന്നത് AG നൽകുന്ന പാനലിൽ നിന്ന് വേണം അഭിഭാഷകരെ നിയമിക്കാൻ. അപ്പോൾ AGയുടെ പാനലില്ല എന്ന് വ്യക്തമായി. 2, ഇവർ നൽകിയ ലിസ്റ്റാണ് അടിസ്ഥാനമെന്ന് വ്യക്തമായി. 3, ആ ലിസ്റ്റ് വെച്ചിട്ടാണ് AGയുമായി ചർച്ച ചെയ്തത്. പ്രകടമായി ചട്ടലംഘനം, ഭരണഘടനാ ലംഘനം. പ്രതിപക്ഷത്തെ വിമർശിക്കാൻ കാണിക്കുന്ന താല്പര്യം നിയമങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി കാണിക്കണം. വെറും താർക്കികന്റെ റോളിലേക്ക് മുഖ്യമന്ത്രി താഴരുത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പഠിച്ച കാര്യങ്ങൾ പറയുന്നതിൽ നടപടിക്രമങ്ങൾ പഠിക്കാനും കുറച്ച് സമയം, ഞങ്ങളെയൊക്കെ ആക്രമിക്കാനും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും കാണിക്കുന്ന ഉത്സുകത നടപടിക്രമങ്ങൾ പാലിക്കാൻ എടുക്കണം. നേരത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ പോലും പ്രശ്നമായിരുന്നു. പിണറായി ആരെ കണ്ടാലും ഡീലായിരുന്നു അന്ന് സതീശന്. NSS ജനറൽ സെക്രട്ടറിക്ക് സന്ദർശനാനുമതി നൽകാതെ VHP നേതാക്കളെ കണ്ടത് എന്ത് ഡീലാണെന്ന് പി രാജീവ് ചോദിച്ചു. നേരത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ പോലും അത് അധിക്ഷേപമായിരുന്നു, ഡീലായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ ഡീലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ചർച്ച ചെയ്യാൻ ആരെങ്കിലും MP പോയാൽ പാലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഔദ്യോഗിക പദവികളില്ലാതെ വരുന്നവരെ കാണേണ്ടി വരും. പക്ഷെ നിങ്ങൾ അത് കാണുമ്പോൾ നേരത്തെ പറഞ്ഞത് കൂടി ഓർക്കണം. മുഖ്യമന്ത്രി തനിക്ക് നൽകിയ അംഗീകാരത്തിന് നന്ദിയെന്നും പി രാജീവ് പറഞ്ഞു. എന്നാൽ വിമർശനങ്ങൾക്ക് സത്യസന്ധമായ വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കൊച്ചി.